4Gയുടെയും 5G നെറ്റ്വർക്കിന്റെയൊക്കെ കാലം കഴിഞ്ഞിരിക്കുന്നു. ഇനി 6Gയുടെ കാലത്തെക്കുറിച്ചാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. ഇന്നിപ്പോൾ തികച്ച് ലോക്കലിൽ ആദ്യം 6G നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറയാൻ പ്രധാനപ്പെട്ട കാരണമുണ്ട്. UAE 6G യുഗത്തിലേക്ക് ചുവടുവയ്ക്കുകയാണ്. ഇതിന്റെ ആദ്യത്തെ പരീക്ഷണം കഴിഞ്ഞ ദിവസം വിജയകരമായി നടക്കുകയുണ്ടായി. UAEയുടെ ടെലികോം സേവന ദാതാക്കളായിട്ടുള്ള ഇയാനും അതുപോലെ തന്നെ അബുദാബി ബേസ്ഡ് ആയിട്ടുള്ള ന്യൂയോർക്ക് അക്കാഡമിയും യൂണിവേഴ്സിറ്റിയും സഹകരിച്ചാണ് 6G നെറ്റ്വർക്കിന്റെ പരീക്ഷണം നടത്തിയത്. സെക്കൻഡിൽ 145 ജിഗാബൈറ്റ്സ് ആണ് 6G നെറ്റ്വർക്കിന്റെ വേഗം എന്ന് പറയുന്നത്. അപ്പോൾ നിലവിലുള്ള സംവിധാനങ്ങൾക്കപ്പുറമായിരിക്കും ഇതിന്റെ വേഗതയും മികവും എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പ്രാഥമിക പരീക്ഷണമാണ് ഇപ്പോൾ UAEയിൽ നടന്നിട്ടുള്ളത്. പുതിയ സംവിധാനം വരുന്നതോടെ മരുഭൂമിയിലും കടൽപാതകളിലും വ്യോമമേഖലയിലും എന്ന് വേണ്ട എല്ലാ രംഗത്തും അതിവേഗം കണക്ടിവിറ്റി ഉറപ്പാക്കാൻ കഴിയുന്നു എന്നുള്ളതൊരു വലിയ പ്രത്യേകത തന്നെയാണ്. പുതിയ കാലത്തിലേക്ക്, അതിവേഗ നെറ്റ്വർക്കിന്റെ കാലത്തിലേക്കാണ് ഏറ്റവും ആദ്യം മിഡിൽ ഈസ്റ്റിലാദ്യമായി UAE ചുവട് വെച്ചിരിക്കുന്നത്. കേന്ദ്ര അനുമതിയുമായി ബന്ധപ്പെട്ട ചില ആശയക്കുഴപ്പങ്ങളൊക്കെ വന്നെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൾഫ് സന്ദർശനത്തിന് ഒടുവിൽ അനുമതിയായിരിക്കുന്ന ഒരു കാര്യം ഇതിനകം അറിഞ്ഞിട്ടുണ്ടാവും. UAEയിൽ നവംബർ 9 അബുദാബിയിൽ മുഖ്യമന്ത്രി എത്തുക. മുഖ്യമന്ത്രിയെ സ്വീകരിക്കുന്നതിനായിട്ടുള്ള വിപുലമായിട്ടുള്ള പരിപാടികൾ ഇപ്പോൾ വർദ്ധിച്ച ആവേശത്തോടു കൂടി ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് നമുക്കിനി പറയാനുള്ളത്. ഇന്ത്യ സോഷ്യൽ ആൻഡ് കൾച്ചറൽ സെന്റർ, അലൈൻ ഇന്ത്യ സോഷ്യൽ സെന്റർ, കേരള സോഷ്യൽ സെന്റർ, അബുദാബി മലയാളി സമാജം, ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ, മലയാള മിഷൻ, ലോക കേരള സഭ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് മലയാളോത്സവം എന്ന പേരിൽ ഒരു വലിയ സ്വീകരണം ഒരുക്കുന്നത്. പരിപാടിയുടെ വിജയത്തിനായി വിപുലമായിട്ടുള്ള സംഘാടക സമിതി അടക്കം രൂപീകരിച്ചിട്ടുണ്ട്. നവംബർ 9 ഞായറാഴ്ച വൈകിട്ട് 7 മണിക്ക് അബുദാബി സിറ്റി ഗോൾഫ് ക്ലബിലാണ് മുഖ്യമന്ത്രിക്ക് വിപുലമായിട്ടുള്ള സ്വീകരണം ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും ആശയക്കുഴപ്പങ്ങളൊക്കെ നീങ്ങി UAE സന്ദർശിക്കാൻ എത്തുന്ന മുഖ്യമന്ത്രിക്കായി വിപുലമായിട്ടുള്ള സ്വീകരണ പരിപാടികളും കാര്യങ്ങളും ഒക്കെ അബുദാബിയിലെ മലയാളി സമൂഹം ഒരുക്കുന്നു എന്നുള്ളതാണ് ഇന്നിപ്പോൾ പറയാനുള്ള വാർത്ത. UAEയിലെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ ഇന്നുകൂടി തുടരും എന്നാണ് കാലാവസ്ഥാ കേന്ദ്രം പറഞ്ഞിരിക്കുന്നത്. പലയിടത്തും ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട്. ഇന്നും അങ്ങനെയുള്ള സാധ്യതകളാണ് കാലാവസ്ഥാ കേന്ദ്രം പ്രവചിച്ചിരിക്കുന്നത്. ദുബായ്, ഷാർജ, റാസൽ ഖൈമ എന്നിവിടങ്ങളിലെ ചില ഭാഗങ്ങളിൽ ഇന്നലെ ആലിപ്പഴ വർഷവും ഇടിമിന്നലും ഒക്കെ അനുഭവപ്പെട്ടിരുന്നു. പലയിടത്തും വാദികൾ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നുണ്ട്. അപ്പം വെള്ളം നിറഞ്ഞ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് സുരക്ഷാ മുന്നറിയിപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഈ ഹത്തയിലൊക്കെ കനത്ത മഴ ലഭിച്ച സാഹചര്യത്തിൽ ദുബായ് പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വാദികളിൽ നിന്നും വെള്ളം നിറഞ്ഞ ഭാഗങ്ങളിൽ നിന്നും മാറി നിൽക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാജ്യത്തെ അസ്ഥിര കാലാവസ്ഥാ സാഹചര്യങ്ങൾ ഇന്നുകൂടി തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന പ്രവചനങ്ങൾ. എന്തായാലും മുന്നറിയിപ്പുകളും ജാഗ്രതാ നിർദ്ദേശങ്ങളും ഒക്കെ കൃത്യമായി ശ്രദ്ധിക്കുക. അപകടമില്ലാതെ മഴയും മറ്റു കാര്യങ്ങളും ഒക്കെ നേരിടുക എന്നുള്ളതാണ്. ഗ്ലോബൽ വില്ലേജിന്റെ 30ാം എഡിഷനോടനുബന്ധിച്ച് ടിക്കറ്റ് നിരക്കുകളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. പുതിയ ടിക്കറ്റ് നിരക്കുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞായർ മുതൽ വ്യാഴം വരെ ദിവസങ്ങളിൽ 25 ദിർഹമാണ്. അതുപോലെ തന്നെ വെള്ളി, ശനി ദിവസങ്ങളിൽ 30 ദിർഹവുമാണ് ടിക്കറ്റ് നിരക്ക്. 3 വയസ്സ് വരെ കുട്ടികൾക്കും 65 വയസ്സിന് മുകളിലുള്ള പ്രായമായവർക്കും അതുപോലെ തന്നെ നിശ്ചയദാർഢ്യ കാറ്റഗറിയിൽ ഉൾപ്പെട്ടവർക്കും പ്രവേശനം സൗജന്യമായിരിക്കും. ഒക്ടോബർ 15 മുതലാണ് ഗ്ലോബൽ വില്ലേജിന്റെ 30ാം സീസണ് തുടക്കമാവുന്നത്. ഇനി ഗ്ലോബൽ വില്ലേജിലേക്ക് പോകാൻ UAEയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഗ്ലോബൽ വില്ലേജിലേക്കുള്ള ബസ് സർവീസുകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ കൂടി നമുക്കിന്ന് പറയാം. RTA ദുബായിൽ നിന്നും ദുബായിയുടെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ഗ്ലോബൽ വില്ലേജിലേക്ക് പോകാനുള്ള ബസ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. റാഷിദിയ ബസ് സ്റ്റേഷൻ, യൂണിയൻ ബസ് സ്റ്റേഷൻ, അൽഗുബൈബ ബസ് സ്റ്റേഷൻ, മാൾ ഓഫ് ദ എമിറേറ്റ്സ് ബസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ നിന്നാണ് നേരിട്ട് ഗ്ലോബൽ വില്ലേജിലേക്ക് ബസ്സുകൾ ഉണ്ടാവുക. കഴിഞ്ഞ വർഷവും സമാനമായിട്ടുള്ള ബസ് സർവീസ് RTA നടത്തിയിരുന്നു. ഗ്ലോബൽ വില്ലേജിന്റെ 30ാമത് എഡിഷനാണ് ഒക്ടോബർ 15 മുതൽ ആരംഭിക്കുന്നത്. വലിയ രീതിയിലുള്ള തിരക്കും കാര്യങ്ങളും ഒക്കെ എക്സ്പെക്ട് ചെയ്യാം. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വലിയ രീതിയിലുള്ള സന്ദർശക പ്രവാഹം ഇത്തവണ ഉണ്ടാകും എന്നുള്ള കണക്കൂട്ടലിലാണ് അധികൃതർ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. ഫുട്ബോൾ ആരാധകർക്ക് സന്തോഷം പകരുന്ന, ആവേശം പകരുന്ന ഒരു പോരാട്ടം ഇന്ന് നടക്കുന്നുണ്ട്. ലോകകപ്പ് ഏഷ്യൻ ക്വാളിഫയറുമായി ബന്ധപ്പെട്ട് UAE ഖത്തറിനെ നേരിടാൻ പോവാണ്. ദോഹയിലാണ് മത്സരം. ലോകകപ്പ് ഏഷ്യൻ യോഗ്യതയുടെ അവസാന പോരാട്ടമാണ് ഇന്നിപ്പോ ദോഹ ജാസിം ബിൻ സ്റ്റേഡിയത്തിൽ രാത്രി 9 മണിക്ക് അരങ്ങേറുന്നത്. UAE ഒമാനെ തോൽപ്പിച്ച ആത്മവിശ്വാസത്തിലാണ് ഇന്ന് കളത്തിനിറങ്ങുന്നത്. ഖത്തറിന് യോഗ്യത നേടണമെങ്കിൽ ഇന്ന് വിജയ നിർബന്ധവുമാണ്. UAEയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സമനില നേടിയാൽ തന്നെ 4 പോയിന്റുമായി മെക്സിക്കോയും USA-യും കാനഡയും സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന ലോകകപ്പിൽ കളിക്കാം എന്നുള്ളതാണ്. പരാജയപ്പെട്ടാൽ ഇന്റർ കോണ്ടിനെന്റൽ പ്ലേ ഓഫിനായി കാത്തിരിക്കേണ്ടി വരും. ഇരു ടീമുകൾക്കും പ്രധാനപ്പെട്ട അഭിമാന പോരാട്ടമാണ് ഇന്നിപ്പോ ദോഹയിൽ നടക്കുന്നത്. ഗൾഫ് ഡർബി എന്നുള്ള ഒരു പേരിലാണ് ആരാധകർ ഈ മത്സരത്തെ കാണുന്നത്. അപ്പോൾ ഇന്ന് ആവേശത്തിന്റെ ഒരു ഈവനിങ് കൂടിയായിരിക്കും ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം. ആര് വിജയിക്കുമെന്ന് നമുക്ക് നോക്കി കാണാം.